നമ്മളിതേ രാമേശ്വരത്തെത്തി റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 3-4 ദിവസം രാമേശ്വരത്തുള്ളതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ നടന്നാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. 2.5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാമേശ്വരത്തെ ഗ്രാമീണ ജീവിതം ശരിക്കും വിഷമകരാണ് കേട്ടോ. അതൊക്കെ കണ്ട് നടന്ന് തുടങ്ങിയപ്പോ തൊട്ട് ഭീമനായിട്ടുള്ള ഒരു ടവർ നമ്മുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായി. അതെന്തായിരിക്കും, അതിന്റെ ടോപ്പിൽ കയറാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് നടക്കുമ്പോഴാ അതൊരു ആകാശവാണി റേഡിയോ പ്രസരണ നിലയാന്ന് മനസ്സിലായേ. വീഡിയോയിൽ ഇതിന്റെ വലിപ്പം ശരിക്കും അറിയണില്ല കേട്ടാ. നേരിട്ടൊരു ഗവൺമെന്റ് ടവറാണിത്. അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാട്ടാ നമ്മൾ അറിയാണ്ട് തന്നെ ഒരു ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്പോട്ടിക്ക് നമുക്ക് എത്താൻ പറ്റി. ഈ കാണുന്നതാണ് സുഗ്രീവ തീർത്ഥം. ഈ സുഗ്രീവ തീർത്ഥത്തിന് പിന്നിലൊരു ഐതിഹ്യം ഉണ്ട് കേട്ടാ. സഹോദരനായിട്ടുള്ള ബാലിനെ വധിക്കാനായിട്ട് കൂട്ടുന്നതിന് ശേഷം ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ ഇവിടെ വന്ന് തീർത്ഥം പണിതിട്ട് ഇവിടെ ശിവനെ ആരാധിച്ച് മുങ്ങി കുളിച്ച് ശാപമോക്ഷം കിട്ടിയെന്നാണ് വിശ്വാസം. അവിടുന്ന് നടന്ന് നമ്മൾ അങ്ങനെ കാണുന്ന പ്ലാൻ ഇട്ടിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് രാമർ പാദം. രാമേശ്വരം ദ്വീപിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ടുള്ള ഗന്ധമാധന പർവ്വതത്തിലാണ് ഈ ക്ഷേത്രം. ലങ്കയിലേക്ക് യുദ്ധത്തിന് പോണതിന് മുന്നായിട്ട് ശ്രീരാമനും സംഘവും ഇവിടെ വിശ്രമിച്ചിട്ട് യുദ്ധത്തിനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ശില ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അമ്പലത്തിന്റെ ഉള്ളിൽ തൊഴാനായി കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രാമേശ്വരം അമ്പലത്തിൽ തീർത്ഥാടനത്തിന് വരുന്ന എല്ലാവരും മുടങ്ങാണ്ട് വരുന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് രാമേശ്വരത്തെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. രാമേശ്വരം അമ്പലത്തിൽ വരുന്നവരൊക്കെ മിസ്സാക്കാണ്ട് വരുന്നൊരു സ്പോട്ട് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാമേശ്വരം ദ്വീപിന്റെ എല്ലാ കാഴ്ചകളും നല്ല രസത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ തിരിച്ച് നടക്കാണ്. രാമേശ്വരം കൂടുതൽ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.